കുട്ടിക്ക് എത്ര വയസ്സായെന്നാ പറഞ്ഞത്? 27. 27. ആ, ഇതിനു മുമ്പ് വിവാഹം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ശരി. ഈ നിൽക്കുന്ന ലോലിത് എന്ന് പറയുന്ന കക്ഷിയെ വിവാഹം കഴിക്കാൻ കുട്ടിക്ക് താല്പര്യമാണോ? ആണോ? അതെ. അതെ. അപ്പോ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലുണ്ടാകുന്ന ജയപരാജയങ്ങൾ, ഭാഗ്യനിർഭാഗ്യങ്ങളെല്ലാം സഹിക്കാൻ കുട്ടി തയ്യാറാണോ? ആണോ അല്ലയോ? എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? തയ്യാറാണെന്ന് പറ. തയ്യാറാണെന്ന് പറയണ്ട, അതാ കുട്ടി പറയും. പറഞ്ഞു പറയിപ്പിക്കണ്ട, പറയൂ. ഭാഗ്യനിർഭാഗ്യങ്ങൾ സഹിക്കാൻ കുട്ടി തയ്യാറാണോ? ഈ ഭാഗ്യവും വിജയവും ഒക്കെ സഹിക്കാൻ സാർ. പക്ഷെ പരാജയവും നിർഭാഗ്യവും ഒക്കെ ഒരു പരിധി വരെ സഹിക്കാം. പരിധി വിട്ടാലോ? സാർ എന്തിനാ അവരോട് ഇങ്ങനെയൊക്കെ ചോദിക്കണേ? കല്യാണം കഴിക്കാൻ വന്നവരെ കല്യാണം കഴിപ്പിച്ച് വിടാൻ നോക്ക്. ഒരു സബ് രജിസ്ട്രാർക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാനുള്ള അവകാശമുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. എന്റെ ജോലികളിൽ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. സോറി സാർ. ആ, നിങ്ങളോ? നിങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ട് വന്നതാണോ അതോ? അതെ, എന്ത്? എന്റെ മനസ്സിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും സാർ, അങ്ങനെ വന്നു പോയതാണ്. മനസ്സെന്ത് പറയും? കല്യാണം കഴിക്കാൻ. കല്യാണം കഴിക്കാൻ. ശരി. വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് ചില നിയമ നടപടികളൊക്കെ ഉണ്ട്. അതായത് ചെറുക്കന് 21 വയസ്സും കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് 18 വയസ്സും പൂർത്തിയാവണം. അതൊക്കെ ഇവിടെ പൂർത്തിയായി. അത് പൂർത്തിയായി. ജാതി നമുക്ക് പ്രശ്നമല്ല. ഈ കേസിൽ 1 മാസം മുമ്പ് നിങ്ങൾ അപേക്ഷ നൽകുകയും വേണം. അതെങ്ങനെയാണ് സാറേ ഇനി 1 മാസം മുമ്പ് നമ്മൾ അപേക്ഷ നൽകുന്നത്? ഞങ്ങളിപ്പോ ഇന്ന് രജിസ്റ്റർ ചെയ്യാൻ വന്നില്ലേ? ഈ പോയ 1 മാസം ഇനി തിരിച്ചു വരും. പോയ 1 മാസം തിരിച്ചു വരണ്ട, നിങ്ങൾ ഇന്ന് അപേക്ഷിക്കുക. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് കല്യാണം രജിസ്റ്റർ ചെയ്യാം. 1 മാസം? എന്താണ് സാറേ പറയണത്? അല്ലാതെ പിന്നെ എന്താ സാറേ, 15 വർഷം മുമ്പ് ഞാൻ രജിസ്റ്റർ മാരേജ് ചെയ്തപ്പോ 2 സാക്ഷികളെ കൊണ്ടുവന്ന് ഒപ്പിട്ട് നിസ്സാരമായിട്ട് അപ്പൊ തന്നെ കല്യാണം നടന്നില്ലേ? അത് അന്ന് ഈ പ്രശ്നമില്ലായിരുന്നു. അന്ന് ഒരു ഉടമ്പടി മാത്രം മതി, ഒരു എഗ്രിമെന്റ്, പിന്നെ 2 ആളുടെ സാക്ഷി. അല്ല, ഇപ്പൊ പിന്നെ എന്താ സാറേ നിയമം മാറിയോ? ഇപ്പോ നിങ്ങൾ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1 മാസം മുമ്പ് അപേക്ഷിക്കണം. അപ്പോ നിങ്ങൾ വിവാഹിതരാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് നോട്ടീസ് ബോർഡിൽ നമ്മളൊരു നോട്ടീസ് പതിക്കും. ആർക്കെങ്കിലും പരാതി ഉണ്ടോ എന്നറിയാം. അത് പേടിക്കണ്ട, ഇവനാരും പരാതിയായിട്ട് വരാനില്ല. അതുപോലെ ഈ പെൺകുട്ടിയുടെ താമസ സ്ഥലം ഉൾപ്പെടുന്ന സബ് രജിസ്റ്റർ ഓഫീസിൽ നമ്മൾ ഈ നോട്ടീസ് പതിക്കും. സാറേ, അത് ഇവിടെ മാത്രം ഒട്ടിച്ചാ പോരെ? പോരാ, അത് ഇവിടെയും പതിക്കും, അവിടെയും പതിക്കും. എന്നിട്ട് 1 മാസത്തിന്റെ ഉള്ളിൽ പരാതികളൊന്നും ലഭിച്ചില്ല എങ്കിൽ ഈ വിവാഹം നടക്കും. പരാതി കിട്ടിയാൽ എന്ത് ചെയ്യും സാർ? പരാതി കിട്ടിയാൽ 2 പേരെയും വിളിച്ചു വരുത്തി രജിസ്ട്രാർ 2 പേരിൽ നിന്നും വാദം കേൾക്കും. എന്നിട്ട് ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം എന്താണെങ്കിൽ അത് നടപ്പിലാക്കും. അങ്ങനെയാണ്. കല്യാണം കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു വെക്കാം. ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ പറയാം. കല്യാണം കഴിയാതെ 1 മാസം താമസിച്ചാൽ ഇവിടെ ആങ്ങളമാർ എന്നെ തല്ലിക്കൊന്ന് ഇവിടെ വിളിച്ചോണ്ട് പോകും. ലൂലിത, ഈ കാര്യത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നിയമമാണ്. നിങ്ങൾ 1 മാസം കാത്തിരുന്നേ പറ്റൂ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, 3 സാക്ഷികൾ വേണം. ഇനിയിപ്പോ ഒരാൾക്ക് എങ്ങടെ പോകും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, 100 രൂപ അടച്ച് അപേക്ഷ എഴുതി വെച്ചിട്ട് പോയിക്കോളൂ. പിന്നെ എല്ലാവരുടെയും തിരിച്ചറിയൽ കാർഡ് അറ്റസ്റ്റ് ചെയ്തിട്ട് അതുകൂടെ കൊണ്ടുവരണം. നീ എന്താണ് ഒന്നും മിണ്ടാതെ നിൽക്കണേ? എന്തെങ്കിലുമൊക്കെ മിണ്ട്. ഞാൻ എന്ത് പറയാനാ? 10 മിനിറ്റ് കൊണ്ട് കല്യാണം കഴിപ്പിക്കാന്നും പറഞ്ഞ് നിങ്ങളല്ലേ എന്നെ വിളിച്ചോണ്ട് വന്നേ. ഇനിയിപ്പം ഞാൻ വേണേ ബാഗും ഉടുപ്പൊക്കെ ആയിട്ട് തിരിച്ചു പൊക്കോളാം. തിരിച്ചു പോയാലും ആകെ പ്രശ്നമാകും. എന്റെ ഏട്ടന്മാരെ കാണാതിരുന്നാ മതി, എനിക്ക് പേടിയാ. ലോലിത, തൽക്കാലം മണ്ടോദരി ഇപ്പൊ വീട്ടിൽ പോട്ടെ. നമുക്ക് ഇന്ന് അപേക്ഷ കൊടുത്തിട്ട് 1 മാസം കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യാമല്ലോ. 1 മാസം നോട്ടീസ് ഇട്ട ഇവിടെ ആങ്ങളമാരെല്ലാരും കൂടെ ചേർന്ന് എന്നെ തല്ലിക്കൊല്ലും. ഞാൻ ഇട്ടിട്ട് പോട്ടോ. സാറേ, ഇതിന് നമ്മൾ എന്താ ചെയ്യാ? ഇട്ടിട്ട് പോവാണെങ്കിൽ ഇട്ടിട്ട് പോണം. അതല്ല, ഇവളുടെ ആങ്ങളമാർ ഈ നോട്ടീസ് ബോർഡിൽ എഴുതിയത് അറിയാതിരിക്കാൻ എന്താ ചെയ്യാ? അതിനിപ്പോ ഒരു വഴിയുണ്ട്. ഞാനത് പറഞ്ഞു തരാൻ പാടില്ലാത്തതാണ്. എന്നാൽ ഇവന്റെ കരച്ചിൽ കാണുമ്പോൾ അത് പറഞ്ഞു തരാതിരിക്കാനും വയ്യ. അതാ സാറേ, അതായത് നോട്ടീസ് പതിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ജോലി, അത് വലിച്ചു കയറി കളയുക എന്നുള്ളത് നിങ്ങളുടെ ജോലി. അതായത് ഇവർ വിവാഹിതരാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് നോട്ടീസ് ബോർഡിൽ നമ്മളൊരു നോട്ടീസ് പതിക്കും. നിങ്ങൾ വൈകുന്നേരം വന്ന് അതങ്ങ് വലിച്ചു കയറി കളയണം. കീറി കളഞ്ഞ പിന്നീട് അത് ഒട്ടിക്കില്ലേ? പിന്നീട് ഒട്ടിക്കില്ല. ഒരു വിവാഹത്തിന്റെ നോട്ടീസ് 1 പ്രാവശ്യമല്ലേ ഒട്ടിക്കൂ. അതെ.
അതാ പിന്നെ നീ ഒരു കാര്യം ചെയ്യേ, കൊട്ടാരക്കരയിലെ രജിസ്റ്റർ ഓഫീസിൽ ചെന്നിട്ട് അവിടെ എപ്പോ ഒട്ടിക്കുന്നു അത് നീ ചെയ്ത് കളഞ്ഞേക്കും. കൊട്ടാരക്കരത്തെ കാര്യം ഞാനായിട്ടില്ലേ. മിണ്ടരുത്, നിന്നൊരു കാര്യം ഞാൻ ഏൽപ്പിക്കില്ല. 15 കൊല്ലം മുമ്പത്തെ നിന്റെ റൈഷാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കി. നിയമങ്ങൾ മാറുന്നതെന്ന് ഞാൻ എന്ത് ചെയ്യാം? അതെ അതെ അല്ലേ സാറേ? ആ അപ്പൊ ഞങ്ങൾ അങ്ങനെ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഈ ഐഡിയ പറഞ്ഞു തന്നതിന് അങ്ങനെ ഞാൻ ഐഡിയ പറഞ്ഞു കൊടുക്കുമ്പോൾ പല ആളുകൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തരാറുണ്ട്. സന്തോഷമുണ്ട് സാർ, ഞങ്ങൾ കണ്ടോളാം. ഞങ്ങൾ കണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു കാര്യം, ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരു 2000 രൂപ കൊണ്ട് തരും. അല്ല അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യാം, അതല്ലെങ്കിൽ പിന്നെ മുറ പോലെ എങ്ങനെയാണെങ്കിലും അതുപോലെ നടക്കും. നല്ല കാര്യത്തിനല്ലേ സാർ? അതെ അതെ. 1000 ഉണ്ട്. ആ ഒരു 1000 കൂടെ തന്നോളൂ. അപ്പൊ ലളിത, കാറിന്റെ അപ്പൊ 4000 ഉറുപ്യ എഴുതി വെച്ചേക്കണം കേട്ടോ.